ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നാലാഞ്ചിറയിലുള്ള സ്റ്റേ ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന സലൂണിലാണ് കേട്ടോ. സോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്, ദാറ്റ് ഇസ് സ്റ്റേ ആൻഡ് സ്റ്റൈൽ. സോ എനിക്കിന്ന് നമ്മുടെ മാർബസീലിയസ് കോളേജിൽ ചീഫ് ഗസ്റ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണിത്. സോ വന്ന് ഞാൻ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സർവീസസിന് വേണ്ടി ഇരിക്കണം. ആക്ച്വലി കുറേ നാളായിട്ട് ഒരു പാർലറിൽ വന്ന് ഇതുപോലെ ഹെയർ സ്പാ, ഫേഷ്യൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട്, ബിക്കോസ് നമ്മുടെ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഹെക്റ്റിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിയലി എന്തെങ്കിലും ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. സോ പക്ഷേ ഓരോ തിരക്ക് കാരണം അങ്ങനെ ഇങ്ങനെയൊക്കെ അത് വിട്ട് പോയി. സോ ഇന്നാണ് അതിന് ചാൻസ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഓൾറെഡി നാലാഞ്ചിറയിൽ മാർബസീലിയസ് കോളേജിൽ എന്തായാലും ഫംഗ്ഷന് വരണം എന്നുള്ളത് കൊണ്ട്, ഇത് അതിൻ്റെ അടുത്തായതുകൊണ്ട് അങ്ങനെ വരാമെന്ന് വെച്ചു. കാരണം ഇല്ലെങ്കിൽ എനിക്ക് ഓരോ ഷൂട്ട് കാര്യം, പിന്നെ അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഇത് വെച്ച് ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആക്ച്വലി ഐ തിങ്ക് ഒരു 1 മന്തോളമായി ഈ പാർലറായിട്ട് കോൺടാക്ട് ചെയ്ത് ഓരോന്നൊക്കെ സംസാരിച്ചിട്ട്. ബട്ട് ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത്. എനിവേസ്, സോ ഇപ്പോൾ വന്നു. നമ്മൾ 3 സർവീസസാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഹെയർ സ്പാ ആണ്. സോ ആദ്യം വന്ന ഉടനെ ഹെയറൊക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തു. ആൻഡ് എനിക്ക് ഡാൻഡ്രഫ് നന്നായിട്ടുണ്ട്, നല്ല ഹെയർ ഫോളും ഉണ്ട്. സോ എന്നോട് സ്റ്റാഫ് പറയുമായിരുന്നു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പിന്നെ ഇതൊന്നും ചെയ്യാറില്ലാത്തത് കൊണ്ട് പാർലർ അങ്ങനെ പോകുന്നതേ കുറവായതുകൊണ്ട് സോ അങ്ങനെ അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ക്രീമും കൂടി വെച്ചിട്ടാണ് പുള്ളിക്കാരി ഒരു മസാജൊക്കെ തന്നു. സോ ഇനി ഒരു 20 മിനിറ്റ്സ് എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യും. ആക്ച്വലി അത് കണ്ടോ നിങ്ങൾ, സ്റ്റീം ചെയ്യുന്ന ഇതാണ്. ബട്ട് ആക്ച്വലി എനിക്ക് നല്ല ഹെയർ ഫോളും ഡാൻഡ്രഫും ഉള്ളത് കൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു സ്റ്റീം തരുന്നില്ല, സ്റ്റീം ചെയ്യേണ്ട, ബിക്കോസ് അത് ഹെയറിനെ എഫക്റ്റ് ചെയ്യും. സോ സ്റ്റീം നമ്മൾ ചെയ്യുന്നില്ല സ്പായുടെ പ്രോസസ്സിൽ. സോ ഈ ക്രീം ഇപ്പോൾ ഇട്ടിട്ട് എനിക്ക് നല്ലൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ട് കേട്ടോ. അത് ആക്ച്വലി പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല, ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടാണ്. സോ അത് റിമൂവ് ആവുന്ന ആ പ്രോസസ്സിലുള്ള ബേണിംഗ് ഇതാണ്. സോ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സോ ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് സ്പാ കഴിയും. സോ ദെൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫേഷ്യൽ ആൻഡ് ഒരു പെഡിക്യൂർ. സോ ഈ 3 സർവീസാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫാർ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. എനിക്ക് എസ്പെഷ്യലി ഈ ഇരിക്കുന്ന റൂം നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഒരു പ്രൈവസി ആൻഡ് ഒരു ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇവിടെ വുമണ്ണും അവിടെ മെൻ സെക്ഷനും ആണെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് കയറി വന്നപ്പോൾ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചില്ലേ. സോ അത് ഈ രണ്ടും അവരുടെ ഇത് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇവർക്ക് തന്നെ ആക്ച്വലി ഇത് ആക്ച്വലി പരുത്തിപ്പാറയ്ക്ക് അടുത്ത് വരുന്ന ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവരുടെ തന്നെ വേറൊരു മെയിൻ ഓഫീസും ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് അവിടെയാണ് ലൊക്കേഷൻ എന്ന് കരുതി പോയത്. എനിക്കൊന്ന് അവരുടെ ഇൻസ്റ്റാ പേജിൽ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ അവിടെയാണ്. സോ അവിടെയാണ് ഞാൻ ആദ്യം പോയത്. അതൊരു ഫെഡറൽ ബാങ്ക് ATMൻ്റെ അടുത്ത് കുരിശ്ശടി ജംഗ്ഷൻ എന്ന് പറയുന്ന നാലാഞ്ചിറ അവിടെ ആയിരുന്നു. സോ ഇത് നിയർ ഒരു പരുത്തിപ്പാറ കൈൻഡ് ഓഫ് സലോണോട്. എക്സാക്ട്ലി ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഞാൻ 20 മിനിറ്റ്സ് റിലാക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സോ അത് കഴിഞ്ഞ് ഇനി ഫേഷ്യലും പെഡിക്യൂറൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽസ് കൂടി ഞാൻ കാണിക്കാം. ആൻഡ് ഓവറോൾ കാര്യമൊക്കെ അത് കഴിഞ്ഞിട്ട് പറയാം. സോഫ സോ ഗുഡ്. ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് ആംബിയൻസ് ആണെങ്കിലും അതുപോലെ സ്റ്റാഫ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. സോ അതിലെല്ലാം ഐ ആം ഹാപ്പി. ആൻഡ് ഇത് ചെയ്ത സർവീസസിലൊക്കെ ഓക്കെയാണ്. സോ നമുക്ക് ബാക്കി കാര്യം കൂടി നോക്കിയിട്ട് ഞാൻ ഓവറോൾ ഇത് പറയാം കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ട് എൻ്റെ ഫേസിലെല്ലാം മേക്കപ്പും കാര്യങ്ങളുണ്ട്. സോ ഞാനൊരു വെറ്റ് വൈപ്സ് കൂടി എടുത്തിട്ടാണ് വന്നത്. ആൻഡ് അത് വെച്ച് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. ബാക്കി ഐ ഗസ് അവരെന്തായാലും ഫേഷ്യൽ ചെയ്യുന്ന ടൈമിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യുമായിരിക്കും. റോഡ് സൈഡാണ്, അതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസസ് കുറച്ചുണ്ടാവും. പ്ലീസ് ബെയർ വിത്ത് ദാറ്റ്.
അപ്പോൾ അങ്ങനെ നമ്മൾ സർവീസസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ആസ് യു ഓൾ വാച്ച്ഡ്, അടിപൊളി സർവീസും കാര്യമായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഡു ചെക്ക് ഔട്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് മറ്റ് എക്സൈറ്റിംഗ് വ്ലോഗ്സ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.